കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടമുണ്ടാക്കിയ കോളിളക്കത്തിന്റെ അലകൾ ഇനിയും അടങ്ങിയിട്ടില്ല. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയിലേക്കാണ്. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലുള്ള ജയിൽ ചാട്ടത്തിന് ആരൊക്കെയാണ് ഗോവിന്ദചാമിക്ക് ഒത്താശ ചെയ്തത്? ലൈംഗിക വൈകൃതത്തിനടിമയായ, മോഷണവും പിടിച്ചുപറിയും തൊഴിലാക്കിയ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഈ ക്രിമിനൽ പുറത്തുവരേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? ജയിൽ ചാട്ടത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം നിലവിൽ വിയൂരിലെ അതിസുരക്ഷാ ജയിലിൽ ഏകാന്ത തടവിലുള്ള ഗോവിന്ദചാമി ഇപ്പോൾ പരമശാന്തനാണെന്നാണ് ജയിലിൽ നിന്നുള്ള വിവരം. ഓരോ തവണയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശേഷം പാവത്തം നടിച്ച് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നതാണ് ഈ കൊടും ക്രൂരന്റെ പതിവ് രീതി. ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ജയിൽ ചാടിയ ശേഷം ഗോവിന്ദചാമി ആദ്യം പോയത് കണ്ണൂർ പുതിയ തെരു ഭാഗത്തേക്കാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. ജയിലിലെ സുരക്ഷാ വീഴ്ചകളും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ ഉയർന്ന ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർദ്ദേശമുള്ളതായാണ് സൂചന. കൊടും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയ 25-ന് പുലർച്ചെ 5:55 ദൃശ്യമാണ് ഒടുവിൽ പുറത്തു വന്നത്. ജയിൽ ചാടിയതിനു ശേഷം പള്ളിക്കുന്ന് ഭാഗത്തുകൂടി നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ. കൈപ്പത്തി ഒളിപ്പിക്കാൻ തലയിലുള്ള കെട്ടിൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നതും കാണാം. ജയിൽ ചാടിയ ശേഷം ഗോവിന്ദചാമി ആദ്യം പോയത് പുതിയ തെരു ഭാഗത്തേക്കാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. കേസന്വേഷണത്തിൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇത്. രാത്രി 1:14-നാണ് ഇയാൾ ജയിൽ ചാടിയത്. തുടർന്ന് ജയിൽ വളപ്പിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷം മതിൽ ചാടി പുറത്തെത്തുകയായിരുന്നു. 7 മണിയോടെയാണ് ഗോവിന്ദചാമി സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ട വിവരം പോലീസ് മനസ്സിലാക്കുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കിണറിനുള്ളിൽ ഒളിച്ചിരുന്ന ഗോവിന്ദചാമിയെ പിടികൂടിയത്. സംഭവത്തിൽ ഉയർന്ന ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർദ്ദേശമുള്ളതായാണ് സൂചന. ജയിൽ ജീവനക്കാരുടെ മൊഴി കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തി. ജയിലിൽ നിന്നും പുറത്തു കടക്കാൻ ഗോവിന്ദചാമിക്ക് ഏതെങ്കിലും സഹായം ലഭിച്ചോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സഹതടവുകാരിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു. സെൽ മുറിച്ച് പുറത്തെത്തിയ ശേഷം 3 മിനിറ്റ് നേരം ജയിലിന്റെ വരാന്തയിൽ നിന്നത് CCTVയിൽ ദൃശ്യമായിട്ടും അറിഞ്ഞില്ലെന്ന ജയിലർമാരുടെ വാദവും പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നു. അതേസമയം സംഭവത്തിൽ ജയിൽ DIG B ജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് സമർപ്പിച്ചു. നിലവിൽ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലുള്ള ഗോവിന്ദചാമി പരമശാന്തനായാണ് കഴിയുന്നതെന്നാണ് വിവരം. ജയിലിൽ ഇയാൾ കൃത്യമായി ഭക്ഷണവും കഴിക്കുന്നുണ്ട്. താഴത്തെ നിലയിൽ ജീവനക്കാരുടെ മുറിയോട് ചേർന്ന CCTV അടക്കം കർശന സന്നാഹമുള്ള 1-ാം നമ്പർ മുറിയിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ശുചിമുറി സൗകര്യം സെല്ലിനുള്ളിൽ തന്നെയുള്ളതിനാൽ ഇനി ജയിൽ മാറ്റുന്നതുവരെ പുറത്തിറക്കേണ്ട ആവശ്യമില്ല. ഒരു തടവുകാരനെ കൂടി ഇയാൾക്കൊപ്പം പാർപ്പിക്കണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. ഏതു നിമിഷവും സ്വഭാവം മാറുമെന്നതിനാൽ കനത്ത ജാഗ്രതയിലാണ് അധികൃതർ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശേഷം പാവത്തം കാണിക്കുന്നതാണ് കൊടും ക്രിമിനലായ ഗോവിന്ദചാമിയുടെ രീതിയെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ, തൃശൂർ. ആലപ്പുഴ ചേർത്തലയിൽ വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടിയ നിലയിൽ അസ്ഥികൂടം കണ്ടെത്തി. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടുവളപ്പിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. അതേസമയം ശരീരാവശിഷ്ടം ചേർത്തലയിൽ കാണാതായ ബിന്ദു പത്മനാഭന്റേതാണോ എന്നും സംശയമുണ്ട്. ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. സെബാസ്റ്റ്യൻ പോലീസ് കസ്റ്റഡിയിലാണ്.
2024 ഡിസംബർ 28-നാണ് ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയെ കാണാനില്ലെന്ന് പരാതി വരുന്നത്. കോട്ടമുറി കാക്കനാട്ടുകാലയിലെ വീട്ടിൽ ഭർത്താവ് അപ്പച്ചനൊപ്പമായിരുന്നു ജയനമ്മയുടെ താമസം. സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നതിനാൽ കാണാതായി 4 ദിവസം കഴിഞ്ഞാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജയനമ്മ ചേർത്തല പള്ളിപ്പുറം ഭാഗത്തെത്തിയതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് അന്വേഷണം എങ്ങുമെത്തിയില്ല. കഴിഞ്ഞ മാസം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനും ജയനമ്മയും തമ്മിലുള്ള ബന്ധം ക്രൈംബ്രാഞ്ചിന് സ്ഥിരീകരിക്കാനായത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തുള്ള 5 ഏക്കറോളം വരുന്ന കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ 1-ാം പ്രതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ. ജയനമ്മയെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ പുരയിടത്തിലാണ്. മാത്രമല്ല, പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിച്ചതാണോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. 2006 പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനെ കുറിച്ചും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ഇതുവരെ ബിന്ദുവിനെ സംബന്ധിച്ച യാതൊരു വിവരവും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അസ്ഥികൂടം ബിന്ദു പത്മനാഭന്റേതാണോ എന്നും സംശയമുണ്ട്. തിരോധാനത്തിന് ശേഷം ബിന്ദുവിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് വ്യാജരേഖകൾ വഴി സെബാസ്റ്റ്യൻ സംഘവും തട്ടിയെടുത്തത്. ഈ കേസിലെ മുഖ്യപ്രതിയാണ് സെബാസ്റ്റ്യൻ. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനാകൂ. ന്യൂസ് 18 ആലപ്പുഴ. ധർമ്മസ്ഥല കൊലപാതക പരമ്പര സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നേത്രാവതി പുഴയോരത്ത് നിന്നാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. ബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനികളുടേതുൾപ്പെടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് മൊഴി നൽകിയ സ്ഥലങ്ങളിലാണ് SITയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ന്യൂസ് 18 ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തലിൽ SIT അന്വേഷണം ഊർജിതമാക്കി. ആദ്യഘട്ടമെന്ന നിലയിൽ മുൻ ശുചീകരണ തൊഴിലാളിയെ സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ധർമ്മസ്ഥല നേത്രാവതി പുഴയോരത്ത് നിന്നാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. പിന്നീട് വനത്തിനകത്ത് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ പോലീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂഗർഭ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇനി നടക്കുക. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ്. കഴിഞ്ഞ ദിവസമാണ് മംഗളൂരുവിലെ IBയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വെച്ച് മുൻ ജീവനക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയത്. 15 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലിൽ നിർണായക വിവരങ്ങൾ ഇയാൾ SITക്ക് കൈമാറിയിരുന്നു. മംഗളൂരുവിന് പുറമെ ബെൽത്തങ്ങാടിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ്. ആയിരത്തി 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ബലാത്സംഗത്തിന് ഇരയാക്കി കൊന്നു കുഴിച്ചുമൂടിയെന്നായിരുന്നു ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. സൂപ്പർവൈസർമാരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇത് ചെയ്തതെന്നും ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. താങ്ങാനാകാത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. 2014 ഭീഷണിയെ തുടർന്ന് കുടുംബത്തോടൊപ്പം മറ്റൊരു സംസ്ഥാനത്തേക്ക് പലായനം ചെയ്യുകയായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കാനും ആചാരപ്രകാരം മൃതദേഹങ്ങൾ സംസ്കരിക്കണമെന്നതുമാണ് ഇപ്പോൾ വെളിപ്പെടുത്തലിന് പിന്നിലെ കാരണമെന്നും മൊഴിയിലുണ്ട്.
ആദ്യം ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് ബെൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകുകയായിരുന്നു. തെളിവിനായി ഇത്തരത്തിൽ കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടമായ തലയോട്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്താൻ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായില്ല. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായതോടെ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിടുകയായിരുന്നു. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ 20 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ ചുരുളഴിയുന്നതോടെ രാജ്യം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക. KB ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പര കേരളത്തെ ഒട്ടാകെ ഞെട്ടിച്ചതാണ്. കേസിൽ പ്രതി ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് മരിച്ചത് സയനൈഡ് ഉള്ളിൽ ചെന്നാണെന്നാണ് ഫോറൻസിക് സർജന്റെ മൊഴി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മുൻ സർജൻ ഡോക്ടർ K പ്രസന്നനാണ് സാക്ഷി വിസ്താരത്തിനിടെ കോടതിയിൽ മൊഴി നൽകിയത്. റോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ സംശയത്തെ തുടർന്നാണ് രാസപരിശോധന നടത്തിയതെന്നാണ് ഡോക്ടർ പ്രസന്നൻ മൊഴി നൽകിയത്. സെപ്റ്റംബറിലാണ് ജോളി തന്റെ ആദ്യ ഭർത്താവ് റോയ് തോമസിനെ കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. കടലക്കറിയിൽ സയനൈഡ് കലർത്തി നൽകിയാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കേസിന്റെ വിചാരണയിലാണ് സയനൈഡിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഫോറൻസിക് സർജൻ മൊഴി നൽകിയിരിക്കുന്നത്. റോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ R സോനുവാണ് സയനൈഡിന് സമാനമായ വിഷാംശത്തിന്റെ കാര്യം സൂചിപ്പിച്ചത്. തുടർന്ന് നടത്തിയ രാസപരിശോധനയിൽ സയനൈഡിന്റെ അംശം തിരിച്ചറിയുകയായിരുന്നെന്ന് ഡോക്ടർ പ്രസന്നൻ കോടതിയിൽ മൊഴി നൽകി. ഡോക്ടർ R സോനു അന്തരിച്ചതിനാലാണ് അന്ന് വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ K പ്രസന്നന്റെ സാക്ഷിമൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയത്. സാക്ഷിപ്പട്ടികയിൽ 123-ാമതായാണ് പ്രസന്നനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടത്തായിൽ 2002 മുതൽ 2016 വരെ ഒരേ കുടുംബത്തിലെ 6 പേരെ ജോളി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ്, റോയുടെ മാതാപിതാക്കളായ റിട്ടയർഡ് അധ്യാപിക പൊന്നാമറ്റം അന്നമ്മ, റിട്ടയർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ ടോം തോമസ്, അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ, ടോം തോമസിന്റെ സഹോദരപുത്രനും ജോളിയുടെ രണ്ടാം ഭർത്താവുമായ ഷാജൂസ് കറിയുടെ മുൻ ഭാര്യ സിലി, മകൾ ആൽഫൈൻ എന്നിവരെയാണ് ഭക്ഷണത്തിൽ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയത്. റോയ് തോമസിന്റെ സഹോദരൻ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക പരമ്പരയുടെ വിവരം പുറത്തറിഞ്ഞത്. 2019 ഒക്ടോബർ 5-നാണ് ജോളിയെ കോഴിക്കോട് റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജോളിക്കെതിരെ രണ്ടാം ഭർത്താവ് ഷാജൂസ് കറിയ നൽകിയ വിവാഹമോചന ഹർജി കോഴിക്കോട് കുടുംബ കോടതി കഴിഞ്ഞ മാസം അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാർത്ഥനയിലാണ് കുടുംബം. ചർച്ചകൾ തുടരുന്നതിനിടെ നിമിഷയുടെ ഭർത്താവും മകളും യമനിലെത്തി. വധശിക്ഷ നീട്ടിവെച്ചതോടെ നിമിഷപ്രിയയ്ക്ക് ശിക്ഷാ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. അതേസമയം കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഖ് മെഹദി വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന ആവശ്യത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി മകൾ മിഷേൽ നിമിഷപ്രിയയെ കണ്ടിട്ടില്ല. എത്രയും വേഗം അമ്മയെ കാണാനാകുമെന്ന ആഗ്രഹത്തോടെയാണ് മിഷേൽ പിതാവ് ടോമി തോമസിനൊപ്പം യമനിലെ സനയിലെത്തിയത്. മമ്മിയെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചു തരണമെന്നും കാണാൻ കൊതിയാവുകയാണെന്നും മകൾ പറയുന്നു. ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സംഘടനയുടെ സ്ഥാപകനുമായ ഡോക്ടർ K പോളിനൊപ്പമാണ് ടോമി തോമസും മകളുമുള്ളത്. ഇവർക്കൊപ്പം യമൻ അധികൃതരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡോക്ടർ K പോൾ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈ 16-ന് നടക്കാനിരുന്ന വധശിക്ഷ തടഞ്ഞ ഭരണകൂടത്തിന് നന്ദി പറയുന്ന ഡോക്ടർ പോൾ നിമിഷപ്രിയ എത്രയും വേഗം മോചിതയാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്.
thank you for expediting Nimisha. As soon as you release, hopefully tomorrow, day after tomorrow, we shall be very grateful. God will bless you. The nation of Yemen, bring investments and prosperity when you address the world, because Nimisha has become the daughter of India. വീഡിയോയിൽ ടോമി തോമസും നിമിഷപ്രിയയുടെ മോചനത്തിനായി അഭ്യർത്ഥിക്കുന്നുണ്ട്. 2018 മാർച്ചിലാണ് തലാലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷയെ ശിക്ഷിച്ചത്. തലാലിന്റെ കുടുംബത്തിന് ദിയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എന്നാൽ കുടുംബം ഇതുവരെ വാഗ്ദാനം സ്വീകരിച്ചിട്ടില്ല. തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹ്ദി അടക്കമുള്ളവർ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്ന ആവശ്യത്തിലാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് നടത്തിയ ചർച്ചയാണ് വധശിക്ഷ നീട്ടിവെക്കാൻ ഇടയാക്കിയത്. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള തന്റെ ഇടപെടലിൽ ഒരു ചെറിയ വിഭാഗം കുത്തിത്തിരിപ്പ് നടത്തിയെന്ന് കാന്തപുരം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുടുംബ പ്രശ്നങ്ങൾ മൂലമുള്ള ആക്രമണങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മദ്യലഹരിയിൽ ഭാര്യയുടെ കാൽ അടിച്ചൊടിച്ചു. കേസിലെ പ്രതി വെണ്ണിയൂർ വവ്വാമൂല സ്വദേശി രാജേഷ് തമ്പിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെണ്ണിയൂർ വവ്വാമൂല ചരുവിള വീട്ടിൽ 41-കാരനായ രാജേഷ് തമ്പിയെയാണ് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ചെത്തി മർദ്ദിച്ചത് സംബന്ധിച്ച് ഇയാളുടെ ഭാര്യ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഭാര്യയെ ചുറ്റിക കൊണ്ട് ആക്രമിച്ചത്. ആക്രമണത്തിൽ യുവതിയുടെ കാലൊടിഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആക്രമണം. ചുറ്റിക ഉപയോഗിച്ച് യുവതിയുടെ മുതുകിലും ഇരുകാലുകളിലും അടിച്ചുവെന്നും വലതുകാലിന് 3 പൊട്ടലുണ്ടായെന്നും പോലീസ് പറഞ്ഞു. അടിച്ച വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും രാജേഷ് തമ്പി ഭാര്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നമ്മുടെ നാട്ടിൽ മദ്യപ സംഘങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ പതിവാവുകയാണ്. കൊല്ലം ആദിച്ചനെല്ലൂർ കള്ളുഷാപ്പിലുണ്ടായ സംഘർഷത്തിന് ശേഷം ബൈക്കിൽ മടങ്ങിയ 2 പേരെ പിന്തുടർന്ന് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സംഭവത്തിൽ 2 പ്രതികളെ ചാത്തന്നൂർ പോലീസ് പിടികൂടി. വർക്കല സ്വദേശി 26 വയസ്സുള്ള മുഹമ്മദ് ഷാ, ചാത്തന്നൂർ വെളിച്ചക്കാല സ്വദേശി 39 വയസ്സുള്ള ഉണ്ണിലാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആദിച്ചനല്ലൂർ കള്ളുഷാപ്പിൽ മദ്യപിക്കാനെത്തിയ അഹമ്മദ് ഷായും ഉള്ളിലാലും ആദിച്ചനല്ലൂർ പ്ലാക്കാട് സ്വദേശികളായ കിഷോർ, വൈശാഖ് എന്നിവരുമായി തർക്കമുണ്ടായി. തുടർന്ന് കയ്യാങ്കളിയായതോടെ ഷാപ്പ് ജീവനക്കാർ ഇടപെട്ട് ഇവരെ ശാന്തരാക്കി പറഞ്ഞുവിട്ടു. അവിടെ നിന്ന് ബൈക്കിൽ ഇത്തിക്കര ഭാഗത്തേക്ക് പോയ കിഷോറിനെയും വൈശാഖിനെയും പിന്തുടർന്ന് ബൈക്കിലെത്തിയ മുഹമ്മദ് മുണ്ണിയും വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. മുഹമ്മദ് ഷാ ബൈക്ക് ചവിട്ടി തറയിലിട്ടതോടെ ഉണ്ണിലാൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വൈശാഖിന്റെ മുതുകിൽ കുത്തി. മുഹമ്മദ് ഷാ വെട്ടുകത്തി ഉപയോഗിച്ച് കിഷോറിന് തലയിൽ ആഞ്ഞു വെട്ടിയതായും FIR-ൽ പറയുന്നു. കിഷോറിന്റെ ഇടത് ചെവി വെട്ടേറ്റ് പകുതി അടർന്നുപോയി. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ നാട്ടുകാർ ഇടപെട്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ പ്രതികൾ വീട്ടിലെത്തി വസ്ത്രങ്ങളെടുത്ത് ഒളിവിൽ പോകാൻ ശ്രമിക്കവേ ചാത്തന്നൂർ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് ആനക്കരയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കാണാതായ ആനക്കര സ്വദേശി മിഥുൻ മനോജിനെയാണ് ചെങ്കൽക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടത്.
സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് ആനക്കര താണിക്കുന്ന് കോടിയിൽ വീട്ടിൽ 33-കാരനായ മിഥുൻ മനോജിനെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഉപയോഗശൂന്യമായി കാടുമൂടി കിടക്കുന്ന ചെങ്കൽ ക്വാറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. കഴുത്ത് ഒടിഞ്ഞ നിലയിലാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മിഥുന്റെ ബൈക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തി. രാത്രി മുതൽ കാണാതായ മിഥുനായുള്ള തിരച്ചിലിലാണ് 25 അടിയിൽ അധികം താഴ്ചയുള്ള ക്വാറിയിൽ നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. കാലിന്റെ ഭാഗത്തായി മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട്. തൃത്താല പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് CI മനോജ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം പത്തനാപുരത്ത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായെന്ന പരാതിയുമായി ബന്ധുക്കൾ. 36-കാരനായ നിഷാന്തിനെയാണ് 6 ദിവസമായി കാണാനില്ലാത്തത്. രാവിലെ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയതായിരുന്നു നിഷാന്ത്. ജോലിയുമായി ബന്ധപ്പെട്ട് എന്തോ സംഭവിച്ചതായാണ് സംശയമെന്ന് മാതാവ് പറയുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എൻ്റെ മോൻ ഇവിടുന്ന് പണിക്ക് പോയതാണ്. പിന്നെ എൻ്റെ മോനെ ഈ നിമിഷം വരെ ഇവിടെ എത്തിയിട്ടില്ല. വർക്ക്ഷോപ്പിൽ തന്നെ പോയതാ. ഇവിടുന്ന് പറഞ്ഞിട്ട് പണിക്ക് പോകുവാണെന്ന്. പിന്നെ എൻ്റെ ഈ നിമിഷം വരെ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടായിട്ടോ അറിയാം. സ്വന്തം അയലോകത്തെ മെമ്പറാ. നിങ്ങളൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ? സംശയമുണ്ട്. ആ വർക്ക്ഷോപ്പ് മുതലാളിയെ തന്നെ സംശയമുണ്ട്. വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് മകനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന മാതാവിന്റെ സംശയം ബലപ്പെടുത്തുന്നതാണ് പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ. 22-ാം തീയതി രാവിലെ പത്തനാപുരത്ത് ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിന് ഏതാനും വാര അടുത്തുവരെ നിഷാന്ത് നടന്നെത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വർക്ക്ഷോപ്പിനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന നിഷാന്ത് പിന്നെ അപ്രത്യക്ഷനാവുകയായിരുന്നു. കാണാതായ സ്ഥലത്തെങ്ങും മറ്റ് CCTV ക്യാമറകളില്ല. പത്തനാപുരം നെടുമ്പറമ്പ് 7-ാം വാർഡിൽ പരേതനായ ഗോപിയുടെയും തങ്കമണിയുടെയും ഏക മകനാണ് കാണാതായ നിഷാന്ത്. കഴിഞ്ഞ 3 വർഷമായി പത്തനാപുരം പഴയ സഹകരണ ബാങ്കിന് സമീപത്തെ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിലാണ് ഇയാൾ ജോലി ചെയ്തു വന്നിരുന്നത്. രാത്രി തിരികെ എത്താതായപ്പോൾ ജോലി തിരക്കാകുമെന്നാണ് വീട്ടുകാർ കരുതിയത്. അടുത്ത ദിവസം രാവിലെ വർക്ക്ഷോപ്പ് ഉടമ നിഷാന്തിനെ തിരക്കി വീട്ടിൽ വന്നു. മുൻപെങ്ങുമില്ലാത്ത നിലയിൽ വീട്ടിൽ വർക്ക്ഷോപ്പ് ഉടമ എത്തിയതിലും ബന്ധുക്കൾക്ക് സംശയമുണ്ട്. ഈ 6 ദിവസമായിട്ടും ജോലിക്ക് പോയ നിഷാന്തിനെ ജോലി സ്ഥലത്ത് എത്തിയിട്ടില്ലെന്നാണ് ആ വർക്ക്ഷോപ്പ് ഉടമ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ CCTV ദൃശ്യം ആ വർക്ക്ഷോപ്പിന്റെ തൊട്ട് അടുത്ത് വരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ നിഷാന്തിനെ പറ്റി യാതൊരു വിവരവുമില്ല. 23-ാം തീയതി രാവിലെയാണ് വർക്ക്ഷോപ്പ് ഉടമ ഇദ്ദേഹത്തെ തിരക്കി വീട്ടിൽ വരുന്നത്. പിന്നെ വർക്ക്ഷോപ്പിൽ വന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് മാതാവ് പറയുകയും ചെയ്തു, ഇന്നലെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ വർക്ക്ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത് എന്നുള്ള, അങ്ങനെയാണ് ആൾ മിസ്സിംഗ് ആണെന്ന് നമ്മൾ അറിയുന്നത് തന്നെ. സ്വാഭാവികമായി ഒരു വീട്ടിലെ ഒരാൾ മിസ്സായി കഴിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നിഷാന്തിൻ്റെ തിരോധാനം വളരെ ഗൗരവമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട അധികാരികളും അന്വേഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് ഒരു അതിശക്തമായ പ്രതികരണത്തിലേക്ക് തന്നെ പോകും. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനാപുരം പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്ത് പരിശോധന നടത്തി. എന്നാൽ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊടിക്കുന്നിൽ സുരേഷ് MP വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം ഊർജിതമാക്കണമെന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്നിറങ്ങി വർക്ക്ഷോപ്പിന് സമീപം വരെ എത്തിയ ശേഷം നിമിഷാർത്ഥം കൊണ്ട് അപ്രത്യക്ഷനായ നിഷാന്ത് എവിടെയെന്ന ചോദ്യമാണ് ബന്ധുക്കളും നാട്ടുകാരും ഉയർത്തുന്നത്.
ന്യൂസ് 18 പത്തനാപുരം. വഞ്ചന കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനിനും നോട്ടീസ് അയച്ച് പോലീസ്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പണം തട്ടിയെന്ന പരാതിയിൽ തലയോലപ്പറമ്പ് പോലീസ് നോട്ടീസ് അയച്ചത്. ഈ ആഴ്ച ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനാണ് നിർദ്ദേശം. നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ PM ഷംനാസ് നൽകിയ പരാതിയിലാണ് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. കേസിൽ നിവിൻ പോളി 1-ാം പ്രതിയും എബ്രിഡ് ഷൈൻ 2-ാം പ്രതിയുമാണ്. വഞ്ചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് തലയോലപ്പറമ്പ് പോലീസ് 2 പേർക്കും നോട്ടീസ് അയച്ചു. ഇരുവരെയും പോലീസ് ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യും. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ 2-ാം ഭാഗത്തിന്റെ നിർമ്മാണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത ഷംനാസിൽ നിന്ന് പണം വാങ്ങിയെന്നും പിന്നീട് അക്കാര്യം മറച്ചുവെച്ച് ചിത്രത്തിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നുമാണ് പരാതി. നിവിനും എബ്രിഡ് ഷൈനുമെതിരെ കേസെടുക്കാൻ തലയോലപ്പറമ്പ് പോലീസിന് വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് 406, 420, 34 വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത്. മഹാവീരർ പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി 95 ലക്ഷം രൂപ ഷംനാസിന് നൽകാമെന്നും എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2-ൽ നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും തുടർന്ന് 2024-ൽ സിനിമയുടെ നിർമ്മാണത്തിനായി 1.9 കോടി രൂപ കൈമാറിയെന്നും ഷംനാസ് പറയുന്നു. ഈ കരാർ മറച്ചുവെച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണാവകാശം കൈമാറിയെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിനാണ് സിനിമയിൽ അവകാശമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇതെന്നും ദുബായിലെ കമ്പനിക്ക് 5 കോടി രൂപയ്ക്കാണ് ഓവർസീസ് വിതരണാവകാശം നൽകിയെന്നും ഇതിൽ 2 കോടി രൂപ അഡ്വാൻസായി വാങ്ങിയെന്നും ഷംനാസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നു. അതേസമയം കാര്യങ്ങളെ വളച്ചൊടിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ ജഡ്ജി ചമഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. കണ്ണൂർ ചിറക്കൽ കവിതാലയത്തിൽ ജിഗേഷ് KM, മാന്നാർ ഇരുമന്തൂർ വടക്കേതിൽ സുമേഷ് എന്നിവരാണ് പിടിയിലായത്. വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടർ ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വെഞ്ഞാറമൂട് കേരള ബാങ്കിൽ കുടിശ്ശികയുള്ള 10 ലക്ഷം രൂപയുടെ ലോൺ ക്ലോസ് ചെയ്ത പ്രമാണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ദമ്പതിമാരിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് പ്രതികളെ പിടികൂടിയത്. കണ്ണൂർ ചിറക്കൽ കവിതാലയത്തിൽ ജിഗേഷ് KM, മാന്നാർ ഇരുമന്തൂർ വടക്കേതിൽ സുമേഷ് എന്നിവരാണ് പിടിയിലായത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവ് ഒമാനിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. കേരള ബാങ്കിൽ നിന്നും വീടിന് ജപ്തി നോട്ടീസ് വന്നതറിഞ്ഞ കൂടെ ജോലി ചെയ്യുന്ന മൂവാറ്റുപുഴ പൈങ്ങോട്ടുകര സ്വദേശി ഷിജു പരിചയപ്പെടുത്തിയതനുസരിച്ചാണ് 2022 ജൂൺ 16-ന് പ്രതികൾ വെമ്പായത്തുള്ള ഹോട്ടലിന് മുന്നിലെത്തിയത്. ഹോട്ടലിൽ എത്തുന്നത് ജഡ്ജിയാണെന്നും കേരള ബാങ്കിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഇദ്ദേഹം ശ്രമിച്ചാൽ വായ്പാ തുക കിട്ടാക്കടമായി എഴുതി തള്ളുമെന്നും ഷിജു പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് പരാതിക്കാരി ഹോട്ടലിന് മുന്നിലെത്തിയപ്പോൾ കാറിൽ ഡ്രൈവറും ജഡ്ജി എന്ന് പറഞ്ഞ ആളുമാണ് ഉണ്ടായിരുന്നത്. വായ്പ എഴുതി തള്ളുന്നത് എളുപ്പമാണെന്ന് പറഞ്ഞ ഇവർ ഇതിനായി 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇതും പിന്നീട് ആവശ്യപ്പെട്ടതനുസരിച്ച് ജൂലൈയിൽ 3 തവണകളായി 4.5 ലക്ഷം രൂപയും നൽകി വഞ്ചിക്കപ്പെട്ടതാണെന്ന് വ്യക്തമായതോടെയാണ് ഇവർ പരാതി നൽകിയത്. അമ്മ സഹായിക്കാന്നൊക്കെ എൻ്റെ അമ്മയുടെ അടുത്ത് സഹായിക്കാന്ന് പറഞ്ഞ് 4 തവണയായിട്ടാണ് വന്നയാൾ പൈസ വാങ്ങിച്ചു. പിന്നീട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് പറ്റിപ്പാണ്, ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പെരുമ്പാവൂർ ചെല്ലണ സമയത്താണ് അറിയുന്നത് ഇയാൾ അവിടെ സബ് ജയിലിലാണെന്ന് അറിഞ്ഞു. ഇതേപോലെ വേറെ ആളിനെ ചീറ്റ് ചെയ്തതിൽ സബ് ജയിലിലാണെന്ന് അറിയണം. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നാണ് പ്രതികളെയും കൃത്യത്തിനുപയോഗിച്ച വാഹനവും പിടികൂടിയത്. പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ജഡ്ജി എന്ന് പറഞ്ഞയാൾ 10ാം ക്ലാസ് തോറ്റ ആളാണെന്ന് ബോധ്യമായി. ഇവരുടെ ലാപ്ടോപ്പിൽ നിന്നും ശബരിമലയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലിക്ക് ദേവസ്വം ബോർഡ് നൽകുന്ന വ്യാജ നിയമന ഉത്തരവുകളും
UPSCയുടെ നിരവധി ഇന്റർവ്യൂ ലെറ്ററുകളും കണ്ടെത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും മാറി മാറി താമസിച്ച ഫോൺ നമ്പറുകളും മാറ്റി ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ഇവരിൽ നിന്ന് 7 മൊബൈൽ ഫോണുകളും തട്ടിപ്പിനുപയോഗിച്ച വാഹനവും പണവും കണ്ടെത്തിയിട്ടുണ്ട്. ISHO ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം. ജഡ്ജി ചമഞ്ഞ് വില കൂടിയ കാറുകളിലെത്തി തട്ടിപ്പ് നടത്തുന്ന ഒരു 2 അംഗ സംഘത്തിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഉദ്യോഗാർത്ഥികളെ പരസ്യം നൽകി ഉദ്യോഗ തട്ടിപ്പുകളും നിരവധി നടത്തിയതായിട്ട് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. ഇവരെ പെരുമ്പാവൂരിൽ 2018 അറസ്റ്റായിട്ടുണ്ട്, 2014 കണ്ണൂർ അറസ്റ്റായിട്ടുണ്ട്, കൂടാതെ ഇടുക്കിയിലും ആലപ്പുഴയിലും കേസുള്ളതായിട്ട് അറിയുന്നുണ്ട്. ഇതിനെപ്പറ്റി വെരിഫൈ ചെയ്തു. കണ്ണൂർ, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ സമാനമായ തട്ടിപ്പുകൾ നടത്തിയതിന് പ്രതികൾക്കെതിരെ കേസുള്ളതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കോടികൾ തട്ടിയെന്ന് പരാതി. മക്കരപ്പറമ്പ് ഡിവിഷൻ മുസ്ലിം ലീഗ് അംഗം TP ഹാരിസിനെതിരെയാണ് ആരോപണം. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്ത് 200-ലധികം ആളുകളിൽ നിന്നായി 25 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേരിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പണം തട്ടിയെടുത്തത്. ഡയാലിസിസ് സെന്റർ, മുച്ചക്ര വാഹന വിതരണം, വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ഡെസ്ക്, ബെഞ്ച് മുതലായവയുടെ നിർമ്മാണം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ പേരിലായിരുന്നു പണം തട്ടിയെടുക്കൽ. ഇതിൽ 15 മുതൽ 20% വരെ ലാഭം കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. പദ്ധതി പൂർത്തിയായി പരമാവധി 90 ദിവസം കൊണ്ട് പണം തിരിച്ചു കിട്ടുമെന്നായിരുന്നു ഉറപ്പ്. പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് അംഗമായതുകൊണ്ട് പലരും പണം നൽകി. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിലാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്തിലെ പദ്ധതി വിഹിതങ്ങൾക്ക് ഫണ്ട് വേണമെന്നും ആ ഫണ്ട് കൊടുത്താൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞിട്ട് ഏകദേശം 200-ൽ പരം ആളുകളിൽ നിന്ന് 25 കോടി രൂപയിൽ പരം പണം തട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് പാർട്ടിയെ ഒതുങ്ങുന്നൊരു എമൗണ്ട് അല്ല. അപ്പോൾ പാർട്ടി നേതൃത്വം പറഞ്ഞു ലീഗലായിട്ട് പോയിക്കോളി, നിയമപരമായിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പാർട്ടി ഏൽപ്പിച്ച് തരുന്നൊരു മെമ്പറാണ്. ഈ മെമ്പർ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മെമ്പറെ വിളിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും നല്ലൊരു സൗഹൃദം ഉണ്ടാവും. ഈ സൗഹൃദത്തിന് പുറമെ ഈ ജില്ലാ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പദ്ധതികളുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്തിൽ അങ്ങനത്തെ പദ്ധതികൾ നടപ്പിലുണ്ട് എന്നുള്ള ബോധ്യപ്പെട്ടതാണ് ഞങ്ങളിത് കൊടുത്തത്. നിലവിൽ 6 പേരാണ് SP പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ 20-ലധികം പേർ പണം നൽകിയിട്ടുണ്ടെന്നും 25 കോടിയോളം രൂപ ഇവരിൽ നിന്നെല്ലാമായി TP ഹാരിസ് കൈപ്പറ്റിയിട്ടുണ്ടെന്നും പരാതിക്കാർ പറയുന്നു. അവന് എല്ലാവരും വിളിച്ചിട്ട് വളരെ ഭീഷണി സ്വരത്തിലും മറ്റൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് ഫണ്ട് തന്നെന്നൊക്കെ എനിക്കറിയാം. ആ ഫണ്ടൊക്കെ നിങ്ങൾ അതിൻ്റെ സോഴ്സ് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇന്നൊരു 200ഓളം ആളുകൾ ഇന്ന് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. ഞങ്ങളിപ്പോൾ 6 പേരാണ് പരാതി കൊടുത്തത്. മുസ്ലിം ലീഗുകാർ തന്നെയാണ് ലീഗിന്റെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പരാതി ഉയർന്ന സാഹചര്യത്തിൽ TP ഹാരിസിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. മക്കരപ്പറമ്പ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ TP ഹാരിസ് മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. നിലവിൽ ഗൾഫിലുള്ള TP ഹാരിസിന് കാനഡയിലേക്ക് കടക്കാനാണ് പദ്ധതിയെന്നും പരാതിക്കാർ പറയുന്നു. സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് DYFI അടക്കമുള്ള യുവജന സംഘടനകൾ. ന്യൂസ് 18 മലപ്പുറം. യൂത്ത് കോൺഗ്രസ് വയനാട് ഫണ്ട് തട്ടിപ്പ് വിവാദം കണ്ണൂരിലും. ഫണ്ട് വെട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കുന്നത് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയാണ്. ഇതിന്റെ ഓഡിയോ സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. കോൺഗ്രസ് ഭാരവാഹികളുടെ ഗ്രൂപ്പിലാണ് DCC ജനറൽ സെക്രട്ടറി KC വിജയൻ ഓഡിയോ സന്ദേശം അയച്ചത്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരെയാണ് DCC ജനറൽ സെക്രട്ടറിയുടെ ആരോപണം. വയനാട് ദുരിതാശ്വാസത്തിന് പിരിച്ച പണത്തിന്റെ കണക്കറിയാമെന്നും കണക്ക് പറയിപ്പിക്കുമെന്നുമാണ് ശബ്ദരേഖാ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ ആക്രാന്തം കാണിച്ച് എന്തെങ്കിലും വർത്തമാനം പറയുന്നത് ശരിയല്ല. ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാം, മുഖത്ത് നോക്കി പറയാനറിയാം കേട്ടോ. അറിഞ്ഞൂടാത്ത ആളൊന്നുമല്ല.
വിജിൽ മോഹൻ അത്ര വലിയ ആളൊന്നുമല്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി. ഇവിടുന്ന് പിടിച്ച പണത്തിന്റെ കണക്കറിയാം. എവിടെയാ? വയനാട്ടിലേക്ക് കൊടുക്കാൻ. ബാക്കി ഇനി പിന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉന്നം വച്ചുള്ള പരാമർശങ്ങളും ശബ്ദ സന്ദേശത്തിലുണ്ട്. വ്യാജ ID കാർഡ് ഉണ്ടാക്കിയാണ് വിജിൽ മോഹൻ ജില്ലാ പ്രസിഡന്റ് ആയതെന്നും മുകളിലുള്ള നേതാവും അങ്ങനെ തന്നെയാണെന്നും KC വിജയൻ പറയുന്നുണ്ട്. ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പില് കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാ മേലെ ഇരിക്കുന്ന അവനും വിജിൽ മോഹനും ഒക്കെ ആയത്. അത്ര അന്തസ്സൊന്നും ചമയണ്ട. ഇവിടെ തട്ടിപ്പ് കാണിച്ചെന്തും ചെയ്യാൻ കഴിയും. ആ തട്ടിപ്പാണ് നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. അന്തസ് വേണം അവിടെ സംസാരിക്കുമ്പോൾ. തോന്നിയാസം പറയരുത്. ഇതൊക്കെ മനസ്സിലടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. ഈ പ്രസ്ഥാനത്തിൻ്റെ മര്യാദ പാലിച്ച് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടാണ്. പക്ഷെ നീ അതിരുവിടുന്നതുകൊണ്ടാണ് വിജിൽ മോഹൻ ഇതൊക്കെ പറയേണ്ടി വരുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് പിരിച്ച വയനാട് ഫണ്ടിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന ആരോപണം കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ന്യൂസ് 18 കണ്ണൂർ. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത 2 മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത് ഗുരുതര വകുപ്പുകളാണ്. മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനുമെതിരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് FIR-ൽ പറയുന്നത്. മതപരിവർത്തനത്തിനെതിരെ ആദ്യത്തെ FIR-ൽ ഉണ്ടായിരുന്ന വകുപ്പ് പിന്നീട് ഒഴിവാക്കിയതായും സൂചനയുണ്ട്. അറസ്റ്റിൽ ആശങ്കയിലാണ് ഇരുവരുടെയും ബന്ധുക്കൾ. അങ്കമാലി എളവൂർ ഇടവകാംഗമായ സിസ്റ്റർ പ്രീതി മേരി 1-ാം പ്രതിയും കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് കേസിൽ 2-ാം പ്രതിയുമാണ്. സുക്മാൻ മണ്ഡാവി എന്നയാളാണ് കേസിലെ 3-ാം പ്രതി. ബസ്തർ മേഖലയിലെ നാരായൺപൂരിൽ നിന്നുള്ള 3 പെൺകുട്ടികളെ ഒരു യുവാവ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് 2 കന്യാസ്ത്രീകൾക്ക് കൈമാറിയെന്നാണ് പരാതിയെന്ന് FIR-ൽ പറയുന്നു. സഭയുടെ കീഴിലുള്ള ആശുപത്രിയിലേക്കും ഓഫീസിലേക്കും ജോലിക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് കന്യാസ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. പെൺകുട്ടികളുടെ വീട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ സ്ഥലത്ത് പ്രതിഷേധമുയർത്തി. മാതാപിതാക്കളുടെ പൂർണ്ണ അനുവാദത്തോടുകൂടിയാണ് കുട്ടികൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്ന് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഈ 3 കുട്ടികളും ക്രിസ്ത്യൻസാണ്. 3 കുട്ടികൾക്കും 18 വയസ്സായതാണ്. മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് അവർ വന്നേക്കണമെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്? നീതി നിഷേധമാണിത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 30 വർഷക്കാലമായി യാതൊരു സേവന രംഗത്തെ പാവപ്പെട്ടവരെ കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീകളെയാണ് തുറങ്കിലടച്ചിരിക്കുന്നത്. ഈ രാജ്യം എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. മറ്റു കന്യാസ്ത്രീകൾക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് ആ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പാർലമെന്റിലും പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെയും കൂട്ടാളികളെയും ഇന്ത്യൻ സുരക്ഷാ സേന വധിച്ചു. തീവ്രവാദി സുലൈമാൻ ഷായും 2 കൂട്ടാളികളുമാണ് ജമ്മുകശ്മീരിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. പഹൽഗാമിലെ ക്രൂരതയ്ക്ക് ഇന്ത്യൻ സേനയുടെ പ്രതികാരം തുടരുന്നു. ജമ്മുകശ്മീരിൽ സേന നടത്തിയ ഓപ്പറേഷൻ മഹാദേവ് വിജയം. കശ്മീരിലെ ലിഡ്വാസ് മേഖലയിൽ കരസേനയ്ക്ക് ലഭിച്ച പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ. പഴുതടച്ച പരിശോധനയ്ക്ക് ശേഷം ആയുധധാരികളായ തീവ്രവാദികളെ സേന വളഞ്ഞു. മണിക്കൂറുകൾ നീണ്ടുനിന്ന വെടിവെപ്പിനൊടുവിൽ ഇന്ത്യൻ സേന തീവ്രവാദികളെ വകവരുത്തി. സുലൈമാൻ ഷായ്ക്കൊപ്പം അബു ഹംസ, യാസിർ എന്നീ തീവ്രവാദികളും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരാരും ഇന്ത്യയിൽ ജനിച്ചവരല്ല. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന സുലൈമാൻ ഷാ ഹാഷിം മൂസ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ലഷ്കർ ഇ തൈബ ഭീകരനായ സുലൈമാൻ ഷാ കഴിഞ്ഞ ഏപ്രിൽ 22-ന് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ്.
ഏറ്റുമുട്ടലിന് ശേഷം തീവ്രവാദികളിൽ നിന്ന് കാർബൈൻ റൈഫിളുകൾ, AK-47 തോക്കുകൾ, ഗ്രനേഡുകൾ, മറ്റായുധങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവ കണ്ടെടുത്തു. കശ്മീരിൽ ഭീകരർ മറ്റൊരാക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി സുരക്ഷാസേന സംശയിക്കുന്നു. പെഹൽഗാമിലെ ബൈസുരൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തിനു ശേഷം സുലൈമാനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ജമ്മുകശ്മീർ പോലീസ് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സംയുക്ത ഓപ്പറേഷനിൽ സൈന്യത്തോടൊപ്പം CRPFും ജമ്മുകശ്മീർ പോലീസും പങ്കെടുത്തു. പ്രദേശത്ത് സേനാ വിഭാഗങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് 6 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഒഡീഷ സ്വദേശികളായ അനന്തമല്ലി, ദാവൂദ് മല്ലി എന്നിവർ. ഉത്തർപ്രദേശിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ജീവനൊടുക്കി. ഭർത്താവിന്റെ ബന്ധുക്കളുടെ പീഡനം മൂലം ജീവിതം അവസാനിപ്പിക്കുമെന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ശേഷമാണ് സൗമ്യ കശ്യപ് എന്ന യുവതി ജീവനൊടുക്കിയത്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ ശേഖറിന്റേത് ആത്മഹത്യയാണെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചു. ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യയുടെ ഷാർജയിലുള്ള സഹോദരിക്ക് ലഭിച്ചതായാണ് വിവരം. ഷാർജ ഫോറൻസിക് മോർച്ചറിയിലുള്ള മൃതദേഹം അധികം വൈകാതെ നാട്ടിലെത്തിക്കും. ഈ മാസം 19-ന് പുലർച്ചെയാണ് അതുല്യയെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സതീഷിൽ നിന്നുള്ള പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. സതീഷ് അതുല്യ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതുല്യയ്ക്ക് നീതി ഉറപ്പാക്കേണ്ട ബാധ്യത അധികൃതർക്കുണ്ട്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.